ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബ്രെഡ് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് എങ്ങനെയാണ് ബ്രെഡ് വെച്ചിട്ട് ഗുലാബ് ജാമുൻ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 8 കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അരികൊക്കെ കട്ട് ചെയ്തതിന് ശേഷം വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് അതിന് ചെറുതായിട്ട് മുറിച്ച് ഒരു ബൗളിനകത്തോട്ട് ഇടാം. അപ്പം നമുക്കെല്ലാം ഒന്ന് പൊടിച്ച് ഒരു ബൗളിനകത്തോട്ട് ഇട്ടതിന് ശേഷം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളത്. 8 കഷ്ണം ബ്രെഡ് നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചു. പിന്നെ അതിൽ നമ്മൾ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് നമ്മളിത് കുഴയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാലാണിത്. നമ്മൾ കുറേശ്ശിനകത്ത് ഒഴിച്ചിട്ട് എല്ലാ പാലും കൂടെ എടുത്തിട്ട് അങ്ങ് കുഴച്ച് കളയരുത്, കുറേശ്ശെ നമുക്ക് എടുക്കാം. നമ്മൾ ചപ്പാത്തി മാവിന് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കണം. ഇത്രയും പാലൊന്നും നമുക്ക് വേണ്ടി വരത്തില്ല. അല്ലേ, നമ്മൾ 8 പീസ് എടുത്തെങ്കിലും ഇത് കുഴയ്ക്കുമ്പോൾ ഇത്രയാവും. വീട്ടിലെ അംഗത്തിനനുസരിച്ച് നമ്മൾ ബ്രെഡൊക്കെ എടുക്കണം കേട്ടോ. കാരണം കുഴയ്ക്കുമ്പോൾ കണ്ടില്ല വളരെ കുറവാണിത്. പാല് നമ്മൾ ഒരു ബൗൾ എടുത്തെങ്കിലും നമുക്ക് അത്രയൊന്നും ആവശ്യമില്ല, കുറച്ച് മാത്രമേ. ഞാൻ ഒരു ബൗൾ പാലെടുത്തെങ്കിലും ആദ്യം ഒഴിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ലതുപോലെ കുഴയ്ക്കണം. അഥവാ നമുക്ക് ഇച്ചിരി ലൂസായി പോയെന്നുണ്ടെങ്കിൽ നമുക്കൊരു കഷ്ണം ബ്രെഡ് കൂടെ ചേർക്കാം. അഥവാ ടൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ബ്രെഡ് ചേർക്കാവുന്നേ ഉള്ളൂ. കണ്ടില്ലേ, നമ്മൾ 8 പീസും ബ്രെഡ് എടുത്തതാണ്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. 2 ചപ്പാത്തിയുടെ മാവിനുള്ളതേ ഉള്ളൂ. 2 അല്ലെങ്കിൽ 3 ചപ്പാത്തിയുടെ മാവ്. നല്ലതുപോലെ ഈ ബ്രെഡെല്ലാം അങ്ങ് പൊടിഞ്ഞ് നല്ല ചപ്പാത്തി മാവിൻ്റെ പരുവായിട്ട് കുഴച്ച് കഴിഞ്ഞു. നമുക്ക് വെക്കാൻ പാൽ അതേപോലെ ഇരിപ്പുണ്ട്, യാതൊരു ചിലവും ഇല്ല. പിന്നെ ഒരു ബൗൾ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാം പഞ്ചസാര കാണും. അത് നമുക്ക് പാനിയാക്കി എടുക്കണം. ആദ്യം നമുക്ക് പാനിയാക്കി വെക്കാം. ഈ പഞ്ചസാരയിലോട്ട് ഞാനൊരു 5-6 ചെറിയ ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായതുകൊണ്ട് 5-6 എടുത്ത്, വലുതാണെങ്കിൽ 2-3 ഇട്ടാൽ മതിയാകും. അതിലോട്ട് ഒരു ബൗള് വെള്ളം ചേർത്ത്, ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളം ചേർക്കാം. ഒരു 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് പാനിയാക്കാം. ഇപ്പോൾ ഈ എവിടുന്ന് പാനിയാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് എന്താണെന്ന് അറിയാമോ, അടുത്ത അടുപ്പിൽ നമുക്ക് ഗുലാബ് ജാമുൻ തയ്യാറാക്കാം. നമ്മൾ ഒരുപാട് നേരം അങ്ങനെ വെക്കുന്നൊന്നുമില്ല. ഇത് നമ്മൾ കുഴച്ച് വെച്ചിട്ട് നമ്മൾ പഞ്ചസാര പാനിയാക്കാൻ പോകുന്നു. തവ അടപ്പ് വെക്കുന്ന ആ സമയം മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്കത് നല്ലതുപോലെ ചെറിയ ഉരുളയാക്കി മാറ്റാം. നല്ല ഉരുളയാക്കി മാറ്റണം, ഉരുണ്ടിരിക്കണം. നമ്മൾ മറ്റേ ഗുലാബ് ജാമുനൊക്കെ ഉണ്ടാക്കത്തില്ലേ, ഇൻസ്റ്റൻറ്റ് ഗുലാബ് ജാമുനൊക്കെ ഉണ്ടാക്കുമല്ലോ. ഒരു 8-10 കാണത്തുള്ളൂ. ഒരു ബ്രെഡ് കുഴയ്ക്കുമ്പോൾ എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. അഥവാ കയ്യിൽ നിങ്ങൾക്ക് ഒട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രെഡും കൂടെ അതിൻ്റെ കൂടെ ചേർക്കാം, കുഴച്ച് വയ്ക്കാം. എന്നുണ്ടെങ്കിൽ സ്വല്പം നെയ്യ് നമ്മുടെ കയ്യിലോട്ട് തൂക്കാം. കയ്യിലൊട്ടുന്നു എന്നുണ്ടെങ്കിൽ സ്വല്പം നെയ്യ് നമ്മുടെ കയ്യിലോട്ട് ഒന്ന് തൂത്തിട്ട് നമുക്കിങ്ങനെ ഉരുളയാക്കി എടുക്കാം. നമ്മൾ പരുവത്തിന് കുഴച്ചാൽ പിന്നെ ഒട്ടത്തൊന്നുമില്ല കേട്ടോ. 8 പീസ് ബ്രെഡ് എടുത്തപ്പോഴും നമുക്ക് 13 ബോൾസാണ് കിട്ടിയിരിക്കുന്നത്. അത് നമുക്കിനി തയ്യാറാക്കാം. അപ്പം നമ്മുടെ പഞ്ചസാര പാനി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി അതിനെ ഓഫ് ചെയ്യാം. അപ്പം നിങ്ങൾ നൂൽപ്പരുവാകാനൊന്നും നിൽക്കണ്ട. അതിൽ മുങ്ങിക്കിടക്കണം. ഇത് ഗുലാബ് ജാമുൻ ഇട്ടാൽ അത് ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് ഒന്നുകൂടെ ഗുലാബ് ജാമുൻ ഇട്ടതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ചൂടാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ അത് ഓഫ് ചെയ്ത് ഇടാം. നമ്മൾ തവ അടുപ്പ് വെച്ചു. അതിന് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. തവ ഒന്ന് ചരിച്ചാണ് വെച്ചിരിക്കുന്നത്. തവ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് നമ്മൾ എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം വേണം നമ്മൾ ഈ ബോൾസ് പറക്കിയിടാനായിട്ട്. അതിൽ നമ്മൾ തിളച്ച എണ്ണയിലോട്ട് അങ്ങ് പറക്കിയിട്ടുണ്ടിരുന്നാൽ പുറമേ കരിയുകയും ചെയ്യും, അകോട്ട് വേഗത്തുമില്ല. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം തീ ഒന്ന് സിമ്മിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഈ ബോൾസ് പറക്കിയിട്ട് കൊടുക്കാം. ഈ എണ്ണ ഒന്ന് ചരിച്ച് വെച്ചാൽ ഒരു സൈഡിൽ എണ്ണ വന്ന് കിടക്കും. ഇനി നമുക്ക് ഈ ബോൾസിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ എണ്ണ ഒന്ന് ചരിച്ച് വെക്കാം. ഈ പാത്രം ഒന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് എല്ലാ സൈഡും ഒക്കെ ഒന്ന് വേവത്തക്ക രീതിയിൽ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മാറ്റി ഇട്ട് കൊടുക്കണം. ഓരോ സൈഡും ചെറിയ ബ്രൗൺ കളറായി വരുന്നുണ്ട്. ചെറുതായിട്ട് ബ്രൗൺ കളർ ആവുന്നുണ്ട്.
സ്പൂൺ വെച്ചാൽ ഒരുപാട് ബലമൊന്നും പ്രയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊരു വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ബ്രൂണോയും ചിന്നും മിന്നും കോഴികളും എല്ലാവരും കൂടെ അങ്ങ് തുടങ്ങും. അവരുടെ സൗണ്ട് എല്ലാവരെയും കേൾപ്പിക്കണമെന്നാണ് തോന്നുന്നത് അവരുടെ ആഗ്രഹം. നമ്മുടെ ബോൾസൊക്കെ ചെറിയ ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പോൾ ഗുലാബ് ജാമുനെല്ലാം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അത് നമുക്കിനി കോരിയെടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയെടുത്തു. ഇനി നമുക്ക് പഞ്ചസാര പാനിയിലോട്ട് ഇട്ട് കൊടുക്കാം. പഞ്ചസാര പാനി നമുക്ക് ഒന്നുകൂടെ ചൂടാക്കി കൊടുക്കാം. ചൂടുണ്ട് എങ്കിൽ തന്നെ ഇതിട്ടിട്ട് ഒരു സ്വല്പം നേരം കൂടെ ഒന്ന് തീ കിടക്കണം. ബോൾസ് നമ്മൾ ഫ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ പഞ്ചസാര പാനിയിലിട്ട് 1 മിനിറ്റും കൂടെ നമ്മളൊന്ന് ചൂടാക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഒരു അരമണിക്കൂർ നേരം അങ്ങനെ കിടക്കട്ടെ. എങ്കിൽ മാത്രമേ അകത്തോട്ടൊക്കെ നല്ലതുപോലെ മധുരം ചെല്ലുള്ളൂ. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ 1 കപ്പ് തികച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഒരു 100 ഗ്രാം പഞ്ചസാര ഇട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 150 ഗ്രാം പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഷുഗറുകാർക്കും എല്ലാം കഴിക്കാനായിട്ട് സാധിക്കും. ഇപ്പം കുട്ടികൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മധുരം ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ യൂട്യൂബിൽ മാത്രമല്ല ഫേസ്ബുക്കിലും ട്രെല്ലും ആപ്പിലും എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അവിടെയും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. നന്ദി, നമസ്കാരം.